രണ്ട് തരത്തിലാണ് നമ്മൾ ഈ കോൺക്ലേവിനെ കണ്ടത്. ആ കണ്ട കാഴ്ചപ്പാട് വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതിലൊന്ന് വളരെ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകണം. ആരെയും നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. മലയാള സിനിമ അതിൻ്റെ 98 വർഷം കഴിയുകയാണ്, ആകുകയാണ്. ഇനി 2 വർഷം കഴിഞ്ഞാൽ 100 വർഷമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും 100 വർഷത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ആ അനുഭവത്തിലെ പ്രധാനപ്പെട്ട മഹാരഥന്മാരായ 2 വ്യക്തികൾ ഈ വേദിയിൽ തന്നെയുണ്ട്. പിന്നീട് വന്നവർ ഒത്തിരി പേര് ഈ സദസ്സിലുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഞങ്ങളെ ഉദ്ദേശിച്ചത്. അത് വിജയിച്ചു. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായം ആരെങ്കിലും പറഞ്ഞു, അതൊരു തെറ്റേ അല്ല. നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ കാണിച്ച ഉദാര മനസ്സിന് എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ശരിയാണ്, സിനിമാ മേഖലയ്ക്ക് ഒരുപാട് പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ റിപ്പോർട്ടുണ്ട്, മറ്റു പല ആളുകളുടെയും സജഷൻസ് ഉണ്ട്. ഈ 98 വർഷത്തെ അനുഭവങ്ങൾ, ഇപ്പോൾ തമ്പി സാറിനെ പോലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചർച്ച നടക്കണമെന്ന് ആഗ്രഹിച്ചത്. ബഹുമാന്യായ ഷാജീൻ ഖൻ സാറിൻ്റെ നേതൃത്വത്തിലൊരു സമിതി തന്നെ നമ്മൾ രൂപീകരിച്ചു. സമിതി അംഗങ്ങളുടെ ഈ വേദിയിലുണ്ട്. അവർ നല്ല നിലയിൽ തന്നെ അവരുടെ ചുമതല നിർവഹിച്ചു. അവർ നൽകിയ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, അത് മാത്രമാണ് ഞങ്ങൾ ഈ കോൺക്ലേവിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു കാരണവശാലും ഇവിടെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഓരോന്നും എടുത്ത് മറുപടി പറഞ്ഞിട്ട് അത് അംഗീകരിക്കുന്നു ഇത് അംഗീകരിക്കുന്നില്ല എന്ന വാദത്തിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിന്നല്ല നമ്മൾ കോൺഗ്രസ് ആരംഭിച്ചത് അവസാനിക്കുന്നത്. ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് വിശദമായ പരിശോധന ഇനി ആവശ്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഗവൺമെൻറ് ആത്മവിശ്വാസമുണ്ട്, ഈ മേഖലയിൽ പോളിസി ഉണ്ടാക്കിയിരിക്കും എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലാർക്കും സംശയമൊന്നും വേണ്ട. അപ്പം ജനാധിപത്യപരമായ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇവിടെ വന്ന എല്ലാ നിർദ്ദേശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കും. ഇപ്പം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു, അവരുടെ അഭിപ്രായങ്ങളും കേൾക്കും. പ്രതിഭാശാലികളായ ഒരുപാട് ആളുകൾ വരാനുണ്ട്, അവരുടെ അഭിപ്രായം സ്വീകരിക്കും. വിവിധ സംഘടനകൾ പ്രതികരിച്ച് വന്നവരുടെ അഭിപ്രായങ്ങളോട് രേഖപ്പെടുത്തി കഴിഞ്ഞു, അതും സ്വീകരിക്കും. എഴുതി തന്നതും സ്വീകരിക്കും. ഉൾക്കൊള്ളാൻ കഴിയുന്നതെല്ലാം ഉൾക്കൊള്ളും. ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്താണോ ആ ഉന്നയിച്ച ആളിനോടോ സംഘടനയോടോ വീണ്ടും ചർച്ച ചെയ്യും. ഇത് ഇന്ന കാരണത്താൽ ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതിനെന്തൊരു ബദലുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ ആ വിഷയം പെടുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്കൊരു 2-3 മാസത്തിനുള്ളിൽ ഒരു സിനിമാ നയം കേരളത്തിൽ ഉണ്ടായേ മതിയാവും. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് വിഷയങ്ങൾ മേലെ ചർച്ച നടന്നു. 9 പാനൽ ചർച്ചകൾ നടന്നു. 3 സബ്ജക്റ്റുകൾ, ചെറിയ തരത്തിലുള്ള സബ്ജക്റ്റുകൾ മേലുള്ള ചർച്ച നടന്നു. രാജ്യം അറിയപ്പെടുന്ന എല്ലാ പ്രമുഖന്മാരും ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്താണ് ഈ കോൺക്ലേവിൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ 2 ദിവസമായി നടന്നതൊരു വിപ്ലവമാണ് കേട്ടോ കേരളത്തിൽ. ഇത് ചരിത്രത്തിൽ ഇങ്ങനെ നടക്കത്തില്ല, നടക്കാൻ പോകുന്നുമില്ല, നടക്കത്തുമില്ല, ഉറപ്പിച്ച് ഞാൻ പറ്റും. കാരണം അത്ര ഈ മേഖലയെക്കുറിച്ച്
പരിജ്ഞാനമുള്ളവർ ഈ വേദികളിലെല്ലാം വന്നു. അവരുടെ ചെറിയ അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞു, അവിടെ വലിയ അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കേരളത്തിലെ മലയാള സിനിമയ്ക്ക് ഭാവിയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പാണ്. നമ്മുടെ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ ചില അഭിപ്രായ പ്രകടനം വന്നല്ലോ, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രംഗം, അതിന് ശ്വാസം കൊടുത്ത് അതിനെ ശരിപ്പെടുത്തി നല്ല ആരോഗ്യമുള്ളവനാക്കി മാറ്റുക, ഈ ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒട്ടേറെ തിയേറ്ററുകൾ കേരളത്തിൽ അടഞ്ഞുപോയി. ആധുനികമായ സാങ്കേതിക വിദ്യ പല ഘട്ടങ്ങളിൽ വരേണ്ട സന്ദർഭങ്ങൾ കേരളത്തിൽ കടന്നു വന്നിട്ടില്ല. ഏറ്റവും ഭൂമിശാസ്ത്രപരമായ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു നാട്ടിൽ ലോക സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ, കേരളത്തിലെ സിനിമകളുടെ ഷൂട്ടിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തി അവരിവിടെ എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും നമ്മുടെ മുമ്പിലില്ല. സിനിമാ മേഖലയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നയപരിപാടി നമ്മുടെ മുമ്പിലില്ല. ഒരു കെട്ടും പിടിയില്ലാതെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു വള്ളത്തെ പോലെ ഒരു സംവിധാനവുമില്ലാതെ ഒഴുകിപ്പോകുന്ന ഒരു മേഖല എന്ന നിലയിൽ അതിനെ ഒന്ന് നിയന്ത്രിച്ച് എല്ലാവരും കൂടി ചേർന്ന് ശരിപ്പെടുത്തിയെടുക്കുക, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മേഖലയുടെ സ്വതന്ത്രമായ ഒരു പ്രവർത്തനത്തിലും ഗവൺമെൻറ് കൈകടക്കത്തില്ല. അപ്പോൾ ചില ആളുകൾക്ക് ആദ്യം സംശയിച്ചു, ഞങ്ങളിങ്ങനെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ സംഘടനകളുണ്ട്, ഓരോരുത്തർ അവിടെയെല്ലാം നോ, അവരുടെ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇടപെടാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കൂട്ടായി ചർച്ച ചെയ്യുക, കൂട്ടായി ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിൻ്റെ ഒരു വാക്കുകൂടെ പ്രയോഗിച്ചു. കാരണം ഗവൺമെൻറ് എന്ന സ്ഥലത്തിൽ ആ കൂട്ടായ്മയെ സ്ട്രെങ്തൻ ചെയ്യുക, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട പല കാര്യങ്ങളിൽ ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഞാൻ അത് ആദ്യം തന്നെ ആ ഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഹൃദയസ്പർക്കായ ചർച്ചയാണ്. അവരുടെ ശമ്പളം സംബന്ധിച്ച്, അവർക്ക് സുരക്ഷിതമായ ശുചിമുറിയില്ലാത്ത വിഷയം, അവർക്ക് വസ്ത്രം മാറാനുള്ള സ്ഥലമില്ലാത്ത വിഷയം, 14 മുതൽ 16 മണിക്കൂർ വരെ തൊഴിൽ ചെയ്യുന്ന വിഷയം, ഇങ്ങനെ ഒരു ആധുനിക ലോകത്ത് ഒരു തൊഴിൽ മേഖലയിലും കാണാൻ പാടില്ലാത്ത, ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ശരിയോ തെറ്റോ എനിക്കറിയില്ല, ഉന്നയിച്ചിരിക്കുന്നു. ഗൗരവമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. ഒരു തൊഴിലിടമെന്ന നിലയിൽ ഇത്തരം പ്രവണതകൾ നിലനിൽക്കുന്നു എങ്കിൽ അതിനെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെന്ന നിലയിൽ കൃത്യമായ വേതനം കൊടുക്കാൻ, വിശ്രമ സമയം നിശ്ചയിക്കാൻ, കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അടിസ്ഥാന സൗകര്യം നിർവഹിക്കാൻ, ജോലി സമയത്തിൻ്റെ കൃത്യത കൈവരുത്താൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങൾ, ബോധവൽക്കരണത്തിലൂടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തേ പറ്റൂ. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. അതൊരു ബോധത്തിൻ്റെ വിഷയമാണ്. ഇന്നലെ നടന്ന ചർച്ചയുടെ ഇടയിൽ ഞാൻ ചോദിച്ചല്ലോ, ഈ ഭക്ഷണം പല തരത്തിലാണ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ ഷൂട്ടിംഗ് കേന്ദ്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് 2-3 ക്രൈറ്റീരിയ ആയിട്ടാണ് ഭക്ഷണം തരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു അങ്ങനെയല്ല, ഭക്ഷണം വിളമ്പുന്ന ആൾ പറഞ്ഞു അങ്ങനെയല്ല. എന്തും ആയിക്കോട്ടെ, അങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി പോളിസിക്കകത്ത് ഉണ്ടാകണമെന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഷയങ്ങളും ഞാനിവിടെ പറയുന്നില്ല. ഡോക്യുമെൻ്ററി വിഭാഗത്തെ പറ്റി ഇവിടെ ചില പ്രശ്നങ്ങൾ വന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൽ പ്രധാനമായി പിന്നീട് നടന്ന ചർച്ചയിലും ഇവിടെ കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഡോക്യുമെൻ്ററികൾ നിർമ്മിക്കുന്നതിൻ്റെ നേരത്തെ ചുമതല പബ്ലിക് റിലേഷൻസ് വകുപ്പിനായിരുന്നു. ഇപ്പോൾ അടൂർ സാറിൻ്റെ പ്രസംഗത്തിലൊരു പരാമർശം വന്നു. കുറച്ച് നാളുകളായി വിവിധ വകുപ്പുകൾ വഴിയാണ് ഈ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ
മറ്റ് ചില താല്പര്യങ്ങളുണ്ടോ? താല്പര്യമൊന്നും ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നത്, അങ്ങനെ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഓരോ വകുപ്പിനും കാലം മാറിയനുസരിച്ച് ഡോക്യുമെൻ്ററികൾ ചെയ്യുന്നതിൽ പ്രത്യേകമായി ഇടപെടാനുള്ള സാഹചര്യം വരും. കാരണം അവരുടെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ചെയ്യാൻ അവർ ചിലപ്പോൾ താല്പര്യപ്പെടും. തീർച്ചയായും അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്നത്? ഡോക്യുമെൻ്ററി കലാകാരന്മാരെയും ടെക്നീഷ്യന്മാരെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു സംവിധാനം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായി നമ്മളിവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി തന്നെ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 17ാമത് എഡീഷൻ ഓഗസ്റ്റ് 22 മുതൽ 27 വരെ നടക്കുകയാണ്. ആ എഡീഷനിൽ വെച്ച് തീർച്ചയായിട്ടും ഡോക്യുമെൻ്ററി രംഗത്തെ പരിപോഷിപ്പിക്കാനുള്ള നടപടികൾ നമുക്ക് നിശ്ചയിക്കണം. അതുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ രജിസ്ട്രേഷനുകൾ. ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇവിടെ ചിലർ പറഞ്ഞ് 3 മാസം, ചിലർ പറഞ്ഞ് 6 മാസം വരെയൊക്കെ ഇതിൻ്റെ ലൈസൻസിന് വേണ്ടി നമ്മൾ നടക്കണം. ഇന്ന് രാവിലെ ഇവിടെ നടന്ന ചർച്ചയിലും വളരെ സജീവമായി ഇന്നലെ നടന്ന ചർച്ചയിലും എല്ലാം ഈ വിഷയം ഉയർന്നു വന്നു. നമുക്കെല്ലാം കൂടി ഒരു കുടക്കീട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഞങ്ങൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഇത് ഒരു വകുപ്പിൻ്റെ കീഴിൽ മാത്രമല്ല, സിനിമ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണെങ്കിലും ഒരു 10-12 വകുപ്പുകൾ ഏകദേശം ഇതിൻ്റെ പരിധി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഏകോപനം ആവശ്യമാണ്. ഈ കോൺക്ലേവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ആ ഏകോപനം തന്നെയാണ്. ആ ഏകോപനത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും വളരെ വേഗം പെർമിഷൻ കിട്ടുന്ന തരത്തിൽ ഒരു ഏകജാലക സംവിധാനം, ആധുനിക സാങ്കേതിക സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തുക എന്നത് ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇവിടെ ഉള്ളത് ഒരു നല്ല കാര്യമാണ്. കാരണം ലേശം ലേറ്റായപ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, അദ്ദേഹം കേൾക്കേണ്ട കാര്യങ്ങൾ നിങ്ങളാരും പറയുന്നില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ സമയത്ത് മൈക്ക് കിട്ടിയ ആൾ എന്തായാലും കേൾക്കേണ്ട 2 കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ടു. അതിലൊരു കാര്യം അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷെ 2ാമത്തെ കാര്യം അദ്ദേഹം കേട്ടില്ല. കാരണം അദ്ദേഹം വരുന്നപ്പോൾ ആ സബ്ജക്റ്റ് പറഞ്ഞില്ല. GST വന്നപ്പോൾ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾ എടുത്ത, തമിഴ്നാട് ഒഴിച്ചുള്ള സ്റ്റേറ്റുകൾ എടുത്തത് അങ്ങ് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, മറ്റു സ്റ്റേറ്റുകൾ തമിഴ്നാട് ഒഴിച്ച് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എടുത്തു കളഞ്ഞു. എന്നാൽ കേരളത്തിൽ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എടുത്തു കളഞ്ഞില്ല. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി ഒരു നിയമസഭയിൽ നമ്മൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി 130 കോടി രൂപ വെച്ചു. പക്ഷെ പിന്നീട് ഈ ഗവൺമെൻറ് കാലത്തല്ല, പിന്നീട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയായില്ല. ഇപ്പം GSTയും എൻ്റർടൈൻമെൻറ്റ് ടാക്സും ഒരുപോലെ വാങ്ങുന്നു. അതിൽ GST കൊടുക്കാൻ തയ്യാറാണ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒഴിവാക്കണമെന്നാണ് ഇവിടെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. അത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അത് ധനകാര്യ വകുപ്പാണത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. എന്തായാലും പറഞ്ഞ കാര്യം നിഷേധിക്കേണ്ട കാര്യമല്ല, പറഞ്ഞ കാര്യത്തിൽ ഫാക്ട്സ് ഉണ്ടെന്നാണ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച വന്ന് ഈ ചർച്ചയുടെ ഭാഗമായി, ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പോളിസിയിൽ ടെലിവിഷൻ മേഖലയെ കൂടി ഉൾപ്പെടുത്തണം. വളരെ നല്ലൊരു ഉദ്ദേശമാണ്. ടെലിവിഷൻ മേഖലയെ കൂടി ഉൾപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ആദ്യമേ ചർച്ച തുടങ്ങിയത്. ടെലിവിഷൻ മേഖലയിലുള്ള ആളുകളെ എല്ലാം ഇവിടെ അതിനുവേണ്ടി ക്ഷണിച്ചിട്ടുമുണ്ട്. പക്ഷേ ഫിലിം പോളിസി എന്ന നിലയിലേക്കാണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് ഫിലിം പോളിസി മാത്രമായിട്ടല്ല ഇത് അവസാനിക്കാൻ പോകുന്നത്. ഫിലിം പോളിസിക്ക് പൂർണ്ണത വരുമ്പോൾ ടെലിവിഷൻ മേഖല പ്രശ്നങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യുന്ന ഒരു പോളിസി ആയിരിക്കും നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുക. പിന്നെ ഈ റിവ്യൂവിനെ പറ്റി പറഞ്ഞൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം റിവ്യൂ തുടങ്ങുന്നു. അപ്പോൾ റിലീസിങ് ദിവസം തന്നെ റിവ്യൂകൾ സിനിമയെ ഡിഗ്രേഡ് ചെയ്യുന്ന സ്ഥിതി വരുന്നു. ഒട്ടേറെ സിനിമകൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഇപ്പം അതിൽ പറഞ്ഞൊരു കാര്യം, റിവ്യൂ ചെയ്യുന്നവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മുടെ നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ വലിയ മൂലധന നിക്ഷേപമാണ് ഈ സിനിമാ മേഖലയിൽ നമ്മൾ മുടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു.
അപ്പോൾ ഒരു സിനിമയുടെ മേൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപപ്പെടുത്താനുള്ള സമയം സാവകാശം എപ്പോൾ വരെ വേണം? സിനിമ അവതരിപ്പിക്കാൻ തുടങ്ങിയ ദിവസം തന്നെ ആ സിനിമ റിവ്യൂ ചെയ്യുക, ആ സിനിമയുടെ ഗുണദോഷങ്ങൾ നാട്ടിലെല്ലാം പ്രചരിപ്പിച്ചാൽ ആ സിനിമ പൊട്ടിക്കിട്ടും, മോശമായി പ്രചരിപ്പിച്ചാൽ പൊട്ടിക്കിട്ടും. ഈ വിഷയത്തിലൊരു പൊതുവായ പെരുമാറ്റച്ചട്ടം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നതിനെപ്പറ്റി കൂട്ടായി നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ സിനിമയിൽ നിലനിൽക്കുന്ന ചില അലിഖിത നിയമങ്ങൾ സാധാരണക്കാരായ തൊഴിലാളികൾക്കും കലാകാരന്മാർക്കും തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സിനിമ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസാണ്, സർഗാത്മകമായി ഇടപെടൽ ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അതേസമയം തന്നെ എല്ലാവരുടെയും ഒരു തൊഴിൽ മേഖലയാണ്. എല്ലാവരെയും തുല്യരായി നമുക്ക് കണ്ടുകൊണ്ട് ഈ മേഖലയെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയണം. അപ്പോൾ നിയമങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ യോജിച്ച് കൂട്ടായി വളരെ സ്വതന്ത്രമായി നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതിവിടെ അടൂർ സാറാന്ന് തോന്നുന്നു പറഞ്ഞു, നമ്മുടെ സ്വതന്ത്രമായി ചർച്ചയിലൂടെ, തമ്പി സാറാ പറഞ്ഞു, ചർച്ചയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മളൊരു മുൻഗണന, ആഭ്യന്തരമായ പരാതി പരിഹാരം എന്ന തരത്തിൽ ഒരു മുൻഗണന നൽകണം. ഒപ്പം നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ, ആ തൊഴിൽ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണെന്നുള്ള ധാരണയോടുകൂടി കൂടുതൽ വ്യക്തത തൊഴിൽ നിയമങ്ങളിൽ വരുത്തണമെങ്കിൽ വരുത്തിക്കൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ നിന്നും എല്ലാവർക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്നുള്ള ഒരു നിലപാട് ഈ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ IFFK പറ്റിയൊക്കെ പറഞ്ഞു, അത് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ബാലഗോപാൽ സാർ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക സാംസ്കാരിക കേന്ദ്രം വേണം, അത് നമ്മൾ പരിശോധിച്ചതാണ്. അത് PRDയുടെ കൈവശം ഇരിക്കുന്ന സ്ഥലമാണ്, അത് നമുക്കത് വിട്ടുതരാൻ സാധ്യതയില്ല, നമ്മൾ ചോദിച്ചിരുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരു സ്ഥലം കണ്ടെത്തി വാങ്ങിക്കാൻ വേണ്ടി പല നിലപാടുകൾ ആലോചിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അത് നടക്കാതെ പോയി. എന്തായാലും ആഗ്രഹം കൈവിടണ്ട, നമുക്ക് അത് ശ്രമവുമായി മുന്നോട്ട് പോകാമെന്ന കാര്യമാണ് പറയാനുള്ളത്. പിന്നെ സിനിമ നിർമ്മിക്കുന്നവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ചർച്ച ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ നമ്മൾ KSFDC വഴി 5 ലക്ഷം രൂപയുടെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറകൾ, മറ്റ് എക്യുപ്മെൻറ്റ്സൊക്കെ ചാർജ് കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തിയേറ്ററുകൾ പല സിനിമകളും നമ്മൾ ഓടിക്കുന്നുണ്ട്. ഇത് പോരായെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ല സപ്പോർട്ട് മലയാള സിനിമയ്ക്ക് കൊടുത്തുകൊണ്ട് വരുമാനം വർദ്ധിപ്പിച്ച് വിവിധ തലങ്ങളിലേക്ക് സിനിമയുടെ പ്രവർത്തനം വിപുലീകരിച്ച് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ ശക്തമായ സാന്നിധ്യമായി മലയാള സിനിമയെ മാറ്റണം. അതിനാവശ്യമായ സംരക്ഷണവും സഹായവും സിനിമയ്ക്ക് കൊടുക്കണമെന്ന പൊതു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന എന്നതാണ് കോൺഗ്രസിൻ്റെ പൊതു അഭിപ്രായം. ആ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. എത്ര കൊടുക്കണം അതൊന്നും ഞാൻ മാത്രമായി തീരുമാനിക്കേണ്ട കാര്യമല്ല. എന്തായാലും ഇപ്പം കൊടുക്കുന്നത് പോരാ. അത് ഇവിടെ മറ്റൊരഭിപ്രായം പറഞ്ഞല്ലോ, മൂർത്തി സാറിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. ഏറ്റവും നല്ല സിനിമകൾ തിരഞ്ഞെടുത്താൽ ആ സിനിമകൾക്കെങ്കിലും മിനിമം നല്ല പ്രോത്സാഹനം കൊടുക്കാൻ കഴിയുന്ന ഗ്രാൻഡോ സബ്സിഡിയോ സഹായങ്ങളോ കൊടുക്കുക എന്ന നിലപാട് തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. കൂടുതൽ സിനിമകൾ എടുക്കാൻ വേണ്ടിയുള്ള നിലപാടുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ സഹായങ്ങൾ കൊടുക്കേണ്ടി വരും. അതൊരിക്കലും ഒരു നഷ്ടമായി ഞാൻ കാണുന്നില്ല. അത് കൊടുത്താൽ സിനിമ മേഖല ശാക്തീകരിക്കപ്പെടും. അതിൻ്റെ ഭാഗമായി മറുഭാഗത്തൂടെ നമ്മുടെ ധനകാര്യ മേഖലയിലേക്ക് വലിയ തരത്തിലുള്ള സമ്പത്ത് ഒഴുകി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യം പോളിസിയുടെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള നിഗമനം, അഭിപ്രായം. പിന്നെ വനം വകുപ്പിൻ്റെ ഒരു തീരുമാനം വന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു.
അത് പിൻവലിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. അതൊരു സർക്കാർ തലത്തിലുള്ള പ്രശ്നമാണ്. അടുത്ത ദിവസം തന്നെ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽ അത് പെടുത്തും. സിനിമ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഷൂട്ട് ചെയ്യേണ്ടി വരും. അതിന് സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വനത്തിലാകും, ചിലപ്പോൾ കടലിലാകും, ചിലപ്പോൾ കായലിലാകും. അതതിൻ്റെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അത് നമുക്ക് ആർക്കും നിരോധിക്കാൻ പറ്റില്ല. അത് എന്താണെന്ന് വെച്ച് അത് നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന വിഷയമാണ്. എല്ലാ വിശദാംശങ്ങളും ഞാൻ പോകുന്നില്ല. ഇന്ന് രാവിലത്തെ ചർച്ചയിൽ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയുടെ ചെലവ് 80% ഈ പ്രധാന നടീനടന്മാർക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി വരുന്നു. അല്ല 70%, ബാക്കിയുള്ള 30% മറ്റ് ആവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കുന്നു. നമുക്കത് എത്ര ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊക്കെ തമ്മിൽ തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സുരേഷ് ചേട്ടനാണ് ഇവിടെ അത് പറഞ്ഞത്, മോഹൻലാലിൻ്റെ സ്വന്തം ആളാണ്. ഒന്ന് വിളിച്ച് നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാൻ സാധ്യതയില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക എന്ന നിലപാടിനോട് യോജിപ്പില്ല. ആ കാശ് കൂടി കണ്ട് നമ്മൾ സിനിമ എടുക്കണം. നല്ല സിനിമ എടുത്താൽ വിജയിക്കും. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് പണം കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പാവപ്പെട്ടവന് 10, 500, 1000, 2000 രൂപ കൊടുക്കേണ്ടവന് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം. ഇത്രയൊക്കെ മതി, ഒരുപാടായല്ലോ, കുറയ്ക്കുക എന്ന് നമുക്ക് അവരോട് പറയാം. സുരേഷ് ചേട്ടനെ പോലുള്ളവർ മുറുകിയെടുത്താൽ മതി, നമുക്ക് യോജിച്ച് സംസാരിക്കാം. തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ലിംഗസമത്വം സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമാ മേഖല മൊത്തത്തിൽ കുഴപ്പമാണെന്നുള്ള പ്രചരണത്തോടൊന്നും ഗവൺമെൻറ് യോജിപ്പില്ല. അടൂർ ഗോപാലകൃഷ്ണൻ സാറിവിടെ സിനിമ എടുത്ത് ഏതെങ്കിലും പരാതി ആരിലും പറഞ്ഞു? ശ്രീകുമാരൻ തമ്പി സാറ് കർണാടക വരെ പോയി സിനിമ എടുത്തു, വല്ല പരാതിയും വന്ന? സുരേഷേട്ടൻ സിനിമ എടുത്ത് ആരും പരാതി പറഞ്ഞു? എന്നാലും വസ്തുതാപരമായി നിങ്ങൾ കാര്യം മനസ്സിലാക്കിക്കോണം. ഞാൻ എൻ്റെ അറിവുകേടാണെങ്കിൽ ക്ഷമിച്ചേക്കണം. ഈ വർത്തമാനകാലത്ത്, ആധുനിക കാലത്ത് കുറച്ച് പണം ഉണ്ടാക്കി കുറച്ചാളുണ്ട്. അവർ പല താല്പര്യങ്ങളോടുകൂടിയാണ് സിനിമാ രംഗത്ത് വരുന്നത്. അവിടെ പൈസയുണ്ട്. അവർ സിനിമാ രംഗത്ത് വരുമ്പോൾ അവരുടെ ലക്ഷ്യം ഗുണപരമായ മൂല്യമുള്ള സിനിമ ഇറക്കുക എന്ന് മാത്രമല്ല അവർക്ക് ലക്ഷ്യം. അവർക്ക് വേറെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹിച്ച് വരുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി അതിലേക്ക് ചെല്ലുന്ന ആളുകളുടെ അവരുടെ താല്പര്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതാണ് പ്രശ്നം. ആ താല്പര്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലുണ്ടായ ചില സംഭവങ്ങൾ കേരളത്തിൻ്റെ സിനിമാ രംഗത്ത് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് വനിതാ പ്രവർത്തകർ കൂട്ടായി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റി നിയമിക്കുന്നു. റിപ്പോർട്ട് വന്നു. തമ്പിസാറ് ചോദിച്ചു എവിടെ പോയെന്ന്. സാറേ, അത് പോകാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങും പോയിട്ടില്ല. അതിനകത്ത് എഴുതി വെച്ച കാര്യമൊക്കെ എനിക്കും തമ്പിസാറിനൊന്നും അറിയത്തില്ല, അതൊക്കെ വേറെ. പക്ഷേ അതിന് നിഗമനമുണ്ട്. അത് ഞാൻ വളരെ വ്യക്തമായി ഇവിടെ പറയാം. ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ട്രാൻസ്ജെൻഡേഴ്സിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അവിടെ സ്ത്രീയും പുരുഷനും തുല്യമായി അവരുടെ ജോലികൾ ചെയ്യാനും അവർക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്യാനും അവർക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു പോളിസി ആയിരിക്കും സംസ്ഥാന ഗവൺമെൻറ് ഈ കോൺക്ലേവിലൂടെ ഉറപ്പുവരുത്താൻ പോകുന്നത്. ഒരുപാട് വിശദാംശം ചെയ്യാൻ പോകുന്നില്ല. എവിടെങ്കിലും പോയി ആരെങ്കിലും വെട്ടി വീണ് ഇനിയും അങ്ങനെ പോകാം എന്ന് ധരിച്ചാൽ അത് കേരളത്തിൽ നടക്കില്ല എന്ന് ഈ കോൺക്ലേവിലൂടെ ഞങ്ങളങ്ങ് ഉറപ്പുവരുത്തും. അതിന് നിയമം വരും. അങ്ങനെ ഒരുത്തം ചെയ്യുന്നതിൻ്റെ പാപഭാരം ഈ ഇൻഡസ്ട്രി സ്നേഹിക്കുന്ന പണിയെടുക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് കൂട്ടായി നമ്മൾ തടയണം. അപ്പോൾ ആ പ്രശ്നം വളരെ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു.
അതിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളോടും പൊതുവെ നല്ല സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നിയമപരമായി ലിംഗഭേദമന്യേ സുരക്ഷ ഉറപ്പാക്കണം. അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രസവാവധി, സെറ്റുകളിൽ കുട്ടികൾക്കുള്ള നഴ്സറികൾ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് കൂട്ടായി ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. അത് ഇതിൻ്റെ ഭാഗമായി നമുക്കെടുക്കാം. പിന്നെ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, എല്ലാത്തിനും മറുപടി പറഞ്ഞ് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തിയേറ്ററുകളുടെ നവീകരണം സംബന്ധിച്ചുള്ള പ്രപ്പോസൽ വന്നു. പലിശ രഹിതമായോ പലിശ കുറച്ചോ സർക്കാർ പണം കൊടുത്ത് ഇപ്പോൾ കിടക്കുന്ന മോശപ്പെട്ട തിയേറ്ററുകളെ നവീകരിക്കണം എന്ന ഒരു അഭിപ്രായം വന്നു. ശരിയാണ്. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ നാട്ടിലെ തിയേറ്റർ ഞാനിപ്പോൾ ആഗ്രഹിക്കുക, പഴയ സന്തോഷ് തിയേറ്റർ ഞാൻ പുനർനിർമ്മിച്ചു. ചെങ്ങന്നൂർ പെരുമയെന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കി ഞാനൊരു തിയേറ്റർ ഉണ്ടാക്കി, ഓലഷെഡ്. നാട്ടുകാരെ മുഴുവൻ വിളിച്ചിരുത്തി ആ ഓലഷെഡിനകത്ത് സിനിമ കാണിച്ചു. അപ്പോൾ ഒരു ആവേശം വന്ന പഴയ ആ ബീഡിക്കുറ്റിയൊക്കെ കുത്തി അവിടുന്ന് വലിക്കുന്ന ആ സീനൊക്കെ കാണുന്ന ഒരു വലിയ സിനിമ. 10-15 ദിവസം കൂടി. പിന്നെ വിദേശത്തുനിന്നൊക്കെ ആൾ വന്ന് കാണാനായിട്ട്. കാരണം ആ പഴയ ബെഞ്ച്, പഴയ സ്റ്റൂള്, ഇതിലൊക്കെ ഇരുന്നുള്ള ഒരു സിനിമ വളരെ മനോഹരമായിട്ട് നമ്മുടെ അക്കാദമി അത് ചെയ്തു തന്നു. അത്തരം തിയേറ്ററുകൾ ഇപ്പം നടത്തിക്കൊണ്ട് പോകാൻ അവിടെ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ കയറത്തില്ല. കാരണം ആധുനിക സൗകര്യങ്ങൾ വേണം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് ആലോചിക്കുക. കേരളത്തിൽ ആധുനിക സംവിധാനങ്ങളില്ലാത്ത എല്ലാ തിയേറ്ററുകളെയും നവീകരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി, അതിനുള്ള സഹായങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുന്ന തീരുമാനം കോൺക്ലേവിൻ്റെ ഭാഗമായി എടുക്കാം എന്നതാണ് എനിക്കിവിടെ പൊതുവെ ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അതിന് വായ്പ കൊടുക്കാം, പലിശ കുറച്ചാണെങ്കിൽ പലിശ കുറച്ച് കൊടുക്കാം. നമുക്കത് ആലോചിക്കാൻ എങ്ങനെയാണ് അതിൻ്റെ സ്കീം. നമുക്ക് ഇപ്പോൾ ഒരുപാട് ധനകാര്യ സ്ഥാപനമുണ്ട്. അത്തരം സ്ഥാപനങ്ങളെല്ലാം നമുക്ക് സമീപിക്കാം. നമുക്ക് എന്തായാലും ഒരു പ്രോഗ്രാം അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കണം എന്നത് തന്നെയാണ് പറഞ്ഞതിനോട് ഞാൻ പൊതുവെ യോജിപ്പിക്കുകയാണ്. തിയേറ്ററുകൾ സ്മാർട്ട് മീറ്റർ വെച്ച് പിഴകൾ അത് ഗവൺമെൻറ് തലത്തിൽ പരിശോധിക്കും എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓൺലൈൻ ട്രോളിംഗ്, സൈബർ ആക്രമണം എന്നിവ നേരിടാൻ നിയമപരമായ സുരക്ഷ ഗൗരവമായി തന്നെ പരിശോധിക്കും. അതുപോലെ തന്നെ ചലച്ചിത്രമേളയിലേക്ക് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന തലത്തിൽ ജൂറി തീർച്ചയായിട്ടും നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. തിയേറ്ററുകളിൽ പോപ്കോൺ അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില അത് ഏകീകരിക്കണം, വില കുറയ്ക്കണം, നിയന്ത്രിക്കണം. സിനിമയ്ക്കുള്ള ടിക്കറ്റിനേക്കാൾ കൂടുതൽ പൈസയാണ് പോപ്കോൺ കഴിച്ച് കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞതിനോട് നമുക്ക് പൊതുവായിട്ട് യോജിക്കാം. അത് തിയേറ്ററുകാരുമായിട്ടുള്ള സംസാരിക്കണം. ചിലപ്പോൾ അവരായിരിക്കും അത്രയും കൂടുതൽ എമൗണ്ട് മേടിക്കുന്നത്. കിട്ടിയ അവസരത്തിലങ്ങ് അറക്കുക, അത് വേണ്ട. വരുന്ന ആൾ വരണ്ടേ സിനിമ കാണാൻ. വന്നില്ല പിന്നെ സിനിമ പ്രയോജനപ്പെടുന്നില്ലല്ലോ. സിനിമ എത്ര ദിവസം പ്രദർശിപ്പിക്കണം, ഇത്തരം നയപരമായ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. AI പോലുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, അതിൻ്റെ നിയമപരമായ സാധ്യതകൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യണം. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ സാധ്യതകൾ എങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമയെ കൊണ്ടുവരേണ്ടത്, അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് ചർച്ച ചെയ്യാം. മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും വർത്തമാനകാലത്തെ വെല്ലുവിളി ഏറ്റെടുത്തു വിദ്വേഷവും പകയുമില്ലാത്ത സ്നേഹസമ്പന്നമായ കേരളം, ഭാഷയുടെ വളർച്ച, മതനിരപേക്ഷത, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളില്ലാത്ത മലയാള മണ്ണ്, എങ്ങനെ നവകേരള സൃഷ്ടിയിൽ തീർച്ചയായിട്ടും സിനിമയുടെ പങ്ക് ഉറപ്പാക്കാൻ കഴിയും എന്നത് ഗൗരവമായി തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. പ്രാദേശിക കലാകാരന്മാരെയും സ്വതന്ത്ര സിനിമയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമാറ് ഇവിടെ നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളോടും യോജിപ്പാണ്. അതിൽ സ്വതന്ത്ര സിനിമകൾക്ക് സബ്സിഡി വർദ്ധിപ്പിക്കണം, പോളിസിയുടെ ഭാഗമായി നമുക്ക് നിശ്ചയിക്കേണ്ടതാണ്. സ്വതന്ത്ര സിനിമകൾക്ക് തിയേറ്റർ റിലീസും OTT പ്രവേശനം ഉറപ്പാക്കണം എന്ന കാര്യം പറഞ്ഞു. പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ തിയേറ്ററിൽ ഒരു ഷോ, അത് ഞാൻ ഈ കോൺക്ലേവിൽ തന്നെ ഉറപ്പിരുന്നു, സർക്കാർ തിയേറ്ററിൽ ഒരു ഷോ സ്വതന്ത്ര സിനിമയ്ക്ക് കൊടുക്കും. അതുപോലെ തന്നെ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു. അടൂർ സാറ് അവിടെ അതിൻ്റെ ചെയർമാനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അത് ഗവൺമെൻറ് പക്ഷേ നന്നായിട്ട്, അത് നമ്മുടെ വകുപ്പിൻ്റെ കീഴിലല്ല, പക്ഷേ ഗവൺമെൻറ് നന്നായിട്ട് അത് ഇപ്പോൾ കൊണ്ടുവന്നുണ്ട്. അത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ 10,000-കണക്കിന് ആളുകൾക്ക് സിനിമ വിദ്യാഭ്യാസത്തിന് താല്പര്യമുണ്ട്, പക്ഷേ 10 സീറ്റേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഒരു താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പഠിപ്പിക്കാൻ 10,000-കണക്കിന് സീറ്റ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കും. അത് നല്ലൊരു ചിന്തയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ പറഞ്ഞ അതിനോട് നമ്മൾ യോജിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനമന്ത്രിയുണ്ട്. കേരളത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ നേതൃത്വത്തിൽ ഈ പോളിസിയുടെ ഭാഗമായി പുതിയ തലങ്ങളിൽ സിനിമ മേഖലയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്
പുതിയ കോഴ്സുകളും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനും തുടങ്ങുന്നതിന് ഉള്ള നടപടികൾ ആരംഭിക്കാൻ ഈ പോളിസിയുടെ ഭാഗമായി നമുക്ക് തീരുമാനമെടുക്കാം എന്നതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു കുട്ടികൾ, അത് നമുക്ക് നോക്കാവുന്നതാണ്. വിദേശ വിദ്യാർത്ഥികൾ ഇവിടെ വരിക, ഇവിടുത്തെ വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോവുക, നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ പല വകുപ്പുകളും നടക്കുന്നുണ്ട്. ഫിഷറീസിലൊക്കെ നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് വിടുന്നുണ്ട്, അവിടുന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫലപ്രദമായി ആലോചിക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ അപ്പീലുകൾ പരിഗണിക്കുന്നതിനുള്ള ആഭ്യന്തര പരാതി പരിഹാര സെല്ല്, അതുപോലെ പോഷ് ആക്ട് അടക്കമുള്ള നിയമവ്യവസ്ഥകൾ ഇവിടെ പറഞ്ഞല്ലോ, അത് അച്ചടിച്ച് ബോധവൽക്കരണം ആവശ്യമാണ്, അത് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞു, അതിനോടെല്ലാം യോജിപ്പാണ്. റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ കൂടുതൽ നടത്തണം, അത് യോജിപ്പാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞു, കുറേ സിനിമകൾ, നല്ല മൂല്യമുള്ള സിനിമകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് സാമ്പത്തിക പ്രയാസം കൊണ്ട്. അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. അത് പ്രത്യേകമായി നമുക്ക് എടുക്കേണ്ട കാര്യമാണ്. പിന്നെ എമർജൻസി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സെറ്റുകളിൽ എന്തെല്ലാം സംവിധാനം ഒരുക്കണം, അതെല്ലാം നമുക്ക് ആവശ്യമായി ഒരുക്കേണ്ടതാണ്. ക്ഷേമനിധി, ഇൻഷുറൻസ്, പെൻഷൻ അടക്കമുള്ള ഇതര ആനുകൂല്യങ്ങൾ, അതിൽ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ നമ്മുടെ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ പാവപ്പെട്ടവൻ മധുപാലിൻ്റെ പേരൊക്കെ എനിക്കറിയത്തില്ല. മധുപാലിനെ നമ്മൾ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. ക്ഷേമനിധി ബോർഡിൽ ഇപ്പോൾ എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ്, നമ്മുടെ സുഹൃത്താണ്, പുള്ളി പറഞ്ഞു ബാലൻ സഖാവിൻ്റെ കാലത്ത്, ബാലൻ മിനിസ്റ്ററുടെ കാലത്ത് 4000 കൊടുത്തപ്പോൾ സൈച്ചറിയാൻ്റെ കാലത്ത് 1000 കൂടി. എനിക്ക് ഭയങ്കര മനസ്സാണ്, പക്ഷേ ഇല്ല, അതാ ഒരു പ്രശ്നം. അപ്പം അതുകൊണ്ട് അങ്ങനെ തള്ളുകയും ചെയ്യേണ്ട. ഞങ്ങൾ ക്ഷേമനിധിയെക്കുറിച്ചൊരു വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനും ഞങ്ങളെല്ലാം കൊണ്ടുവന്നൊരു വിശദമായ ചർച്ച നടത്തി. ധനകാര്യമന്ത്രിന് മുമ്പ് ഞങ്ങളൊരു പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഫേവറായി കൈകാര്യം ചെയ്യാം എന്നൊരു അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് കേരളത്തിലെ ക്ഷേമനിധി പ്രവർത്തനത്തെ കാലോചിതമായി പരിഷ്കരിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം. അത് ഇതിൻ്റെ തീരുമാനമായി തന്നെ നമുക്ക് പറയാൻ കഴിയുമെന്നതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇൻഷുറൻസ്, മറ്റ് പെൻഷൻ, മറ്റ് ക്ഷേമനിധി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കാം. ഡോക്യുമെൻ്ററി സിനിമകളെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു, ഞാനിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സെൻസർ ബോർഡിൻ്റെ ചില നിലപാടുകളൂടെ പറഞ്ഞു. ഇന്നലെ വളരെ രസകരമായി നമ്മുടെ ഒരു സഹോദരനോട് അവതരിപ്പിച്ചു. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ആ കാര്യങ്ങൾ പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ ഈ സാങ്കേതിക ഉപകരണങ്ങൾ, ക്യാമറ അടക്കം കൊടുക്കുന്ന സംഘടനയുടെ ഭാരവാഹികൾ, അവരുടെ ചില പ്രയാസങ്ങളിലൂടെ പറഞ്ഞു. നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്. ഫേക്കായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ യഥാർത്ഥ ആരോപണ വിധേയർ രക്ഷപ്പെടുന്നു, അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പരിമിതമായ ബഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് സീരിയലുകൾ നിർമ്മിക്കുമ്പോൾ വേണ്ടത്ര തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടാത്ത സ്ഥിതി വരുന്നു. മാർക്കറ്റിംഗ് പോലെയുള്ള പോരായ്മ ഈ രംഗത്ത് വരുന്നു. വിശാലമായ ഒരു ചർച്ചയും സെമിനാറുകളും അതുമായി ബന്ധപ്പെട്ട് നടത്തണം. ടെലിവിഷൻ മാധ്യമങ്ങളെ കൂടി ഇതിൽ ഉപയോഗപ്പെടുത്തണം, അവരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തണം എന്നുള്ള ഒരുപാട് അഭിപ്രായം വന്നു. തീർച്ചയായിട്ടും അതിനോടെല്ലാം യോജിപ്പാണ്. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എങ്ങനെ ആക്കാൻ കഴിയും എന്ന പ്രശ്നം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കരാറുകാരെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കണമെന്നും ഉൾപ്പെടുത്തണമെന്നും രണ്ട് അഭിപ്രായം വന്നു. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, 1000 രൂപ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ ജോലി ചെയ്യുന്നവൻ്റെ കൈ ചെല്ലണം. അപ്പോൾ അതിന് മറുപടി പറഞ്ഞു, മലപ്പുറത്തു നിന്നുള്ള ആളിനെ തൃശ്ശൂരുകാരൻ കൊണ്ടുവരിക, അങ്ങനെ അത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവരണ്ട, അത് വലിയൊരു കഷ്ടപ്പാടാണ്. ഒരാൾ ജോലി ചെയ്തതിന് പൈസ കൊടുക്കണ്ട, അത് അവർ ഉപയോഗിച്ച് അവർക്ക് ചില പൈസ കൂടുതൽ കൊടുത്തു കൊണ്ടുവരുന്നതിന്. പക്ഷെ ജോലി ചെയ്യുന്നതിൻ്റെ പൈസ 1000 മേടിച്ച് 800 മേടിച്ച് 350 അവനെടുക്കുക, ഭാഗ്യം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായ കാര്യമാണ്. ന്യായമായിട്ട് പറയണമല്ലോ, നമ്മളെല്ലാം തമ്മിൽ ന്യായം പറഞ്ഞാണല്ലോ പിരിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം. പറഞ്ഞ കൂലി കൊടുക്കുക. നമുക്ക് കൂടുതൽ ആളുകളെ ആവശ്യമാണെങ്കിൽ അതിന് പറ്റിയ ഇടനിലക്കാരെ വെച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകം പണം കൊടുത്ത് ആളിനെ കൊണ്ടിരിക്കുക. അതൊക്കെ ആ ഭാഗത്ത് നടക്കത്തുള്ളൂ. പിന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ വന്നു. വിഷ്വൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ട്രൈപാർട്ടി എഗ്രിമെൻ്റ്, അതിൻ്റെ വേതനം സംബന്ധിച്ചുള്ള പ്രശ്നം, അതുപോലെ ഇലക്ട്രിസിറ്റി സോഫ്റ്റ്വെയർ സബ്സിഡി സംബന്ധിച്ച് വിഷ്വൽ മേഖലയിലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സിനിമാ സെറ്റിൽ ഏകീകൃത പെരുമാറ്റച്ചട്ടം, സുരക്ഷാ ഉദ്യോഗസ്ഥർ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ,
അവരുടെ ഇവരുടെ എല്ലാം പങ്കാളിത്ത ഉറപ്പുവരുത്തൽ ഇതെല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് ആർട്ടിസ്റ്റുകൾക്കെതിരായിട്ടുണ്ടാകുന്ന കായിക ആക്രമണങ്ങൾ അത് ഗൗരവമായി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. ഒരു വിട്ടുവീഴ്ചയൊന്നും ആ കാര്യത്തിലുണ്ടാകില്ല. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ പറ്റിയ അത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഇനി രവിചേട്ടൻ പോയെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടല്ലേ അവിടെ ഇങ്ങോട്ടാ ഞാനിവിടെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടാ ലുക്ക് അങ്ങോട്ടാ. രവിചേട്ടാ, ഈ നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അടൂർ സാറിനൊക്കെ അതിൻ്റെ എല്ലാ വിവരങ്ങളും അറിഞ്ഞോന്ന് എനിക്കറിയില്ല, 150 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിൽ അനുവദിച്ചു. നിലവിലുള്ള അതിൻ്റെ അവസ്ഥ ദയനീയമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വസ്തുതാപരമായാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ നവീകരണം നമ്മൾ ആരംഭിച്ചു. നവീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള 70 കോടി രൂപയുടെ അലോട്ട്മെൻറ്റും വന്നു, പണവും വന്നു, അനുവാദവും കൊടുത്തു, എസ്റ്റിമേറ്റുമായി നവീകരണം ആരംഭിച്ച് ഒരു ഘട്ടം വന്നപ്പോൾ അതിൻ്റെ SPV ഇത് നടത്തേണ്ട ചുമതലക്കാർ അവർ ഗുരുതരമായ വീഴ്ച അക്കാര്യത്തിൽ വരുത്തി. പിന്നെ ഞാൻ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങളെല്ലാം ഇടപെട്ട് ഒരു വർഷം മുമ്പ് SPVയെ മാറ്റി പുതിയ എൻജിനീയറിംഗ് സിസ്റ്റം ഉണ്ടാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇതിനോടകം നമുക്കൊരു 10 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇനിയുള്ള ദിവസങ്ങൾ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി വന്ന ചർച്ചകളുടെ സ്പിരിറ്റിലും അല്ലാതെ, നാളെ ഇപ്പോൾ എൻ്റെ മീറ്റിംഗ് 6-ാം തീയതി വിളിച്ചിട്ടുണ്ട്. നിരന്തരമായി നമ്മൾ മീറ്റിങ്ങിൽ കൂടുന്നുണ്ട്. ഷാജി സാറിൻ്റെ ഒരു വലിയ കൺസെപ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. ആ കൺസെപ്റ്റുകളൊക്കെ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ തന്നെയാണ് അവിടെ പ്രൊജക്റ്റിലുള്ളത്. ഇവിടെ നിർദ്ദേശിച്ച പോലെ അവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്, ട്രെയിനുണ്ട്, ഫ്ലൈറ്റിൻ്റെ മോഡലുണ്ട്, ക്ഷേത്രമുണ്ട്, പള്ളിയുണ്ട്. ഈ പ്ലാനിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ പ്ലാൻ തയ്യാറാക്കിയിട്ട്. വളരെ മനോഹരമായ പ്ലാനാണ്. നമ്മുടെ ദക്ഷിണേന്ത്യയിലല്ല കേരളത്തിലെ ഏറ്റവും നല്ല ഷൂട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഗവൺമെൻറ് പണം വെച്ചത്. പക്ഷേ ഇതെല്ലാം ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്ന പോലെ നടത്തിയെടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ വഴി കഴിയുന്നില്ല. പണമുണ്ട്, ധനമന്ത്രി മനസ്സ് തുറന്ന് നമുക്ക് കാശ് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സാങ്കേതിക ഭാഗത്ത് വന്നൊരു പെശകാണ്. അതെല്ലാം പരിഹരിച്ചു. ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ മാക്സിമം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരാശങ്കം വേണ്ട. അതിനുള്ള പ്രവർത്തനം. പിന്നെ അവിടെ മരം വെട്ടിയത് ഞങ്ങളുടെ കുറ്റമല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് കേട്ടാ. അത് വെട്ടിയില്ലേ നമ്മുടെ വെറുതെ അവർ വിട്ടു, അങ്ങനെ പ്രശ്നം. കാരണം പ്ലെയിൻ പോകുന്ന റൂട്ടാണ്, അത് നമ്മുടെ കുറ്റമല്ല. സാറിനത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അത് കർശനമായിട്ട് അവർ മുറിച്ച് കളയുക. നമ്മൾ മുറിച്ചില്ല അവർ മുറിക്കും, മുറിച്ചില്ല നമ്മൾ നടപടിയെടുക്കും. അപ്പോൾ പ്ലെയിൻ പോകുന്ന ആ റൂട്ടിലുള്ള മരങ്ങൾ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ തടസ്സം വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഡയറക്ഷൻ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് മുറിച്ച് മാറ്റി. അത് നമുക്കൊന്നും ഒരു ഏർപ്പാടുള്ള കാര്യമില്ല. നമ്മൾ എതിർത്താലും നമ്മൾ അനുകൂലിച്ചാലും അവരത് മുറിക്കും. അത് അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ അവിടെ നല്ലൊരു ഷൂട്ടിംഗ് കേന്ദ്രം, അത് എല്ലാ സംവിധാനത്തിനും കൂടി 150 കോടിയുടെ പദ്ധതി പൂർത്തീകരിക്കുന്ന കാര്യം ഒരു സംശയം വേണ്ട. അതിനുള്ള നടപടികളായിട്ട് പോവുകയാണ്. ഇപ്പോൾ മലയാള സിനിമയുടെ ശില്പിയായ JC ദാനിയലിൻ്റെ പ്രതിമ, അതിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ സിനിമാ രംഗത്ത് ചെയ്യുന്നുണ്ട്. 2025 ജൂൺ വരെയുള്ള പെൻഷൻ നൽകിയിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ പെൻഷൻ നൽകുന്ന നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ചികിത്സാ സഹായം 3 വർഷം കൂടുമ്പോഴും അത് നൽകുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. മരണാനന്തര ധനസഹായം 25,000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് വിശദാംശങ്ങൾ പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങളൊന്നുണ്ട്, എല്ലാം നമ്മൾ ഒന്നൊന്നായി ഇനിയും ചർച്ച ചെയ്യേണ്ടതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു കാര്യം ഇവിടെ വന്നത് നല്ലൊരു അഭിപ്രായമാണ് ഇവിടെ സുരേഷ് ഏട്ടനൊക്കെ വെച്ചത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ അതുപോലെ നമ്മുടെ കമൽ സാറ് പോയി തോന്നുന്നു, സാറ് ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. നമുക്കൊരുപാട് ആളുകൾ നമ്മൾ മൺമറഞ്ഞു പോവുകയാണ്. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് ഓർക്കാൻ കഴിയും, അതിനനുസരിച്ചൊരു സംവിധാനം ആലോചിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും പിന്നെ അവർക്ക് വേണ്ടിയുള്ള എന്താ പറയുക സ്മാരകങ്ങൾ നിർമ്മിക്കുക എന്നത് ഇപ്പോൾ ഒരു അസാധ്യമായി മാറിയിരിക്കുക.
സാംസ്കാരിക മേഖലയിലും കലാരംഗത്തുമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അവർക്കെല്ലാം നമുക്ക് സ്മാരകം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കേന്ദ്രീകരിച്ച് ഇവിടെ വന്ന അഭിപ്രായം ഒരു മലയാള സിനിമ മ്യൂസിയം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി ഒരു സ്മാരകം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സംവിധാനം. ഇപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ സ്മാരകം ഉണ്ടാക്കും, ചില ആൾക്ക് സ്മാരകം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഈ സ്മാരകം ഉണ്ടാക്കുന്ന ആളിനേക്കാൾ വലിയ ആളായിരിക്കും മരിച്ചുപോയി സ്മാരകം ഉണ്ടാക്കാൻ പറ്റാത്ത. അപ്പോൾ വേർതിരിവുകൾ വരുന്നു. അപ്പോൾ എല്ലാവരെയും ഓർക്കത്തക്ക നിലയിൽ JC ദാനിയേൽ മുതൽ ഇങ്ങോട്ട് എല്ലാവരെയും ഓർക്കത്തക്ക നിലയിലുള്ള ഒരു സംവിധാനം ഇവിടെ പറഞ്ഞു. അത് നമ്മൾ ആലോചിക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് നമ്മൾ തുടങ്ങി, അത് പിന്നെ നല്ല നിലയിൽ തന്നെ കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ അത് ലേശം മോശത്തിലാണ്. പറഞ്ഞ നിർദ്ദേശപ്രകാരം അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. എന്തായാലും ഈ ഗവൺമെൻറ് തുടങ്ങി. ഇന്ത്യയിൽ ആദ്യമായി OTT പ്ലാറ്റ്ഫോം തുടങ്ങിയ ഗവൺമെൻറ് കേരളത്തിലെ ഈ ഗവൺമെൻറ്റാണ്. അതിൽ നിങ്ങൾ കൈയടിച്ചില്ലേ, മോശമാണ്. അതിൽ തുടങ്ങിയില്ലേ. ഇനി അത് നന്നാക്കി എടുക്കണം. അത് അങ്ങോട്ടൊക്കെ തരാം. അത് നന്നാക്കി തന്നാൽ മതി, പ്രശ്നം തീർന്നില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടിക്കറ്റിങ്ങിൻ്റെ കാര്യം പറയാൻ പോവാ. അത് നമ്മൾ ഈ ഗവൺമെൻറ് 5 കോടി രൂപ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇപ്പോൾ അനുവദിച്ചു. അത് നമ്മുടെ ഇവരുമായി നമ്മൾ MOU സൈൻ ചെയ്തു, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായി MOU സൈൻ ചെയ്തു. അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തന്നെ ഈ ടിക്കറ്റിംഗ് കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ സംഘടനകളുടെ പ്രവർത്തനത്തെ പറ്റി പരിശോധിക്കണമെന്ന്, അത് നമ്മുടെ ജോലിയല്ല. അതത് സംഘടനകളങ്ങ് പരിശോധിച്ചാൽ മതി. നന്നായി പോകണമെന്നുള്ളത് കൊണ്ട് അതിലെ അംഗങ്ങളോട് ചേർന്ന് പരിശോധിച്ച് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹാരം കാണണം. പരാതി വല്ലതും ഉണ്ടെങ്കിൽ തന്നാൽ ഞങ്ങൾ അവർക്ക് കൈമാറാം, പരിശോധിക്കാം. കൂടുതൽ സംഘടനകൾ ഇനി വേണമെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ നമുക്ക് ബുദ്ധിമുട്ടായി. ഇനി പുതിയ സംഘടന ഒന്നും ഉണ്ടാക്കി വെറുതെ സമയം കളയണ്ട. ഒരുപാടായി ഇപ്പം തന്നെ, ആവശ്യം പോലെ. പിന്നെ ID കാർഡിൻ്റെ പ്രശ്നം നമുക്ക് ഗൗരവമായിട്ട് ആലോചിക്കാവുന്ന കാര്യമാണ്. അത് ശരിയാണ്. ഈ ഡ്രൈവർമാർ അവിടെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ആവശ്യമായ സംവിധാനം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സുരക്ഷിതത്വം. ID കാർഡ് പ്രപ്പോസൽ അത് മാതൃകാപരമായ പ്രപ്പോസലാണ്. കുട്ടികളുടെ സിനിമയുടെ ടാക്സ് കുറവ് വരുന്ന കാര്യം ആലോചിക്കാവുന്ന കാര്യമാണ്. പിന്നെ KSFDC പ്രൊഫഷണലാകണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രൊഫഷണലാകും. പിന്നെ ഈ ചാനലുകൾ യൂട്യൂബേഴ്സിനൊക്കെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലതും പറഞ്ഞ വല്ല പിന്നെ ലക്ഷ്യമുണ്ട്. അത് സ്നേഹത്തിൽ പറഞ്ഞ് നോക്കാം. യൂട്യൂബേഴ്സിനൊക്കെ യോഗം വിളിക്കാം. ഉപദ്രവിക്കരുത്, നമ്മൾ ഒരു പരുവത്തിലേക്ക് പോകാമെന്നൊക്കെ പറയാം. നിങ്ങൾ പറയും നിങ്ങളുടെ ഒരു സിനിമയെ പറ്റി മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെയൊക്കെ ജീവിതം കട്ടപ്പോയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം സംഭവിക്കാത്തൊരു കാലത്ത് നമുക്ക് ചേർക്കാം. നമുക്ക് അവരെ വിളിച്ചിട്ട് കാര്യം പറയാം. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ഫെസിലിറ്റിയെ പറ്റി പറഞ്ഞു. അത് പരിഗണിക്കാവുന്ന കാര്യമാണ്. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഒരു കേസ് ഗൗരവമായി പറഞ്ഞു. അത് അന്വേഷണം വെക്കും. അതങ്ങനെ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉള്ള ജീവനക്കാരെ അതിനകത്ത് ജോലി ചെയ്യില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്തൊന്നും അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഉടായ്പ കാണിക്കുന്നതെങ്കിൽ അതൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല. അതൊക്കെ അതിൻ്റെ വഴിയെ പോകും. പക്ഷേ ഇപ്പോൾ ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞില്ല എന്താ സംഭവം, നമ്മൾ നാളെ തന്നെ അന്വേഷിക്കാം. എല്ലാ ബഹുമാനവും എനിക്ക് അടൂർ സാറിനോടുണ്ട്. സാറ് പറഞ്ഞെല്ലാം നല്ല സജഷനാണെങ്കിൽ ഈ SC/ST വനിതാ സാറേ ഇപ്പോൾ സിനിമ ഒന്നും എടുക്കാൻ ഈ 1.5 കോടിയോടൊന്നും പറ്റത്തില്ല. അത് പ്രശ്നം അതാണ്. സാറ് പറഞ്ഞ് ശരി, 50 ലക്ഷം വെച്ച് 3 പേർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. 25 ലക്ഷം വെച്ച് അത് കുറച്ചുകൂടി വിലവായി കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്നും ഈ 1.5 കോടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ എടുത്ത ആളുകൾ വെള്ളം കുടിച്ച് കിടക്കുക. കാരണം അത്ര പ്രയാസമില്ല അവർ. ഇപ്പോൾ എടുത്തതിന് പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, സുരേഷ് ഏട്ടൻ രാവിലെ ഇവിടെ പറഞ്ഞല്ലോ, ഈ 25-12 ലക്ഷത്തെ 3 ലക്ഷത്തിലാണ് അദ്ദേഹം തുടങ്ങിയത്. ഇപ്പം 5 കോടിയിലെത്തി. ഈ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ, അതുകൊണ്ട് ഇപ്പോൾ 2022-21 പോലെ അദ്ദേഹം സിനിമ ഇറക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം തമ്പിസാറ് പറഞ്ഞു ഇനി ജീവിതത്തിൽ ഞാനൊരു സിനിമ എടുക്കാനേ പോകത്തില്ല. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക്
സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. 98 വർഷമായി. ഈ വസ്തുതയാണ്. അതിന് ഈ ഗവൺമെൻറ് എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ്. 1.5 കോടി വെച്ച് 2 സിനിമ ഇറക്കുക. 4 സിനിമ ഇറക്കിയപ്പോൾ ഇപ്പോൾ 2 സിനിമയ്ക്ക് പണം കൊടുക്കാൻ പോവുക. അവരാദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വനിതകൾ 2 സിനിമ. എത്ര സ്ത്രീകൾ ഈ നാട്ടിൽ സിനിമ എടുത്തു? ആ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് കടന്നു വരാൻ വേണ്ടി നമ്മളിപ്പോൾ 1.5 കോടി വെച്ച് 2 സിനിമ 3-4 സിനിമ എടുത്തു. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കുന്ന ചില സ്കീമുകൾ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ വനിതകൾ, പട്ടികജാതി വിഭാഗങ്ങൾ, പിന്നോക്കം നിൽക്കുന്നവർ, അവശ്യ സാമ്പത്തിക ബുദ്ധിമുള്ള അവർക്ക് സിനിമയുടെ മുഖ്യധാര വേണം. സാർ, ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാധനന്മാരെ ഉൾപ്പെടുത്തിയൊരു കമ്മിറ്റി, സ്ക്രീനിങ് കമ്മിറ്റി. ഇവരെല്ലാം അയച്ചു തരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അവരെടുത്ത സിനിമ, ഇത്രയും സിനിമകളും അതിപ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഒരു പ്രപ്പോസൽ വന്നു, ഭിന്നശേഷിക്കാരുടെ കാര്യം പരിഗണിക്കണം. തീർച്ചയായിട്ടും ഈ പോളിസി മാറ്റത്തിൻ്റെ ഭാഗമായി അതുകൂടി ഗവൺമെൻറ് പരിഗണിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കും. ഫിലിം സൊസൈറ്റികളെ പറ്റി വന്നു. ഒരു അപ്പെക്സ് ബോഡി കേരളത്തിൽ രൂപീകരിച്ച് സൊസൈറ്റിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ എങ്ങനെ കഴിയും എന്ന കാര്യം നമുക്ക് ആലോചിക്കണം. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. കുറച്ച് പണം എങ്ങനെ ആ മേഖലയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ഞാനൊരു ആലപ്പുഴക്കാരനാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. മലയാള സിനിമയുടെ തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഒരു കാലം ഉദയ സ്റ്റുഡിയോയിലാണ്. IFFKയുടെ 30ാമത് ഫെസ്റ്റിവൽ വരാൻ പോകുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ സിനിമയുടെ തുടക്കം, സിനിമയുടെ പിന്നീടുള്ള വളർച്ച എല്ലാം കാണിക്കുന്ന തരത്തിൽ 30ാമത് IFFK ഫെസ്റ്റിവൽ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി നമുക്കെല്ലാവർക്കും ചേർന്ന് അതിഗംഭീരമായി ഈ വർഷം നടത്തണമെന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല 100ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അതിൻ്റെ തുടക്കവും ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നമുക്ക് ആരംഭിക്കാൻ കഴിയണം. KC ദാലിനെ ഓർമ്മിക്കാനുള്ള ഇപ്പോൾ പ്രതിമ പൂർത്തീകരണ ഘട്ടത്തിലാണ്. കേരളത്തെ വളർത്തിയതിൽ മലയാള സിനിമ വലിയൊരു പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. നിർമാല്യം, നീലക്കുയിൽ, തുലാഭാരം, സ്വയംവരം, ചെമ്മീൻ, മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ പുത്രൻ, ഒത്തിരി സിനിമകൾ. ഇന്നത്തെ ഒരു സിനിമ ഇറക്കാൻ ഇന്ന് പലർക്കും ധൈര്യമില്ല. ഇനി ഇറക്കാൻ തീരുമാനിച്ചിട്ട് അയാളുടെ കാര്യം പോക്കുക. ഇപ്പോൾ വർത്തമാനകാലത്തെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പുതിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ട നയവും നമുക്കുണ്ടാകണം. സാമൂഹികവും സാംസ്കാരികമായ പുരോഗതി കേരളത്തിൽ കൈവരിക്കാനുള്ള സിനിമ ഉണ്ടാകണം. മൂല്യബോധമുള്ള സിനിമകൾ ഉണ്ടാകണം. അതിനുള്ള പ്രാധാന്യം കൊടുക്കണം. ജനകീയമായ ധനസമാഹരണത്തിലൂടെ സിനിമ നിർമ്മിച്ച ജോൺ എബ്രഹാമിൻ്റെ നാടാണ് കേരളമെന്ന കാര്യവും നാം വിസ്മരിക്കരുത്. ഒരുപാട് സംഘടനകൾ മലയാള സിനിമയെ പ്രവർത്തിക്കുമെന്ന് ഞാനോട് വിശദീകരിച്ചു. വളരെ നല്ലതാണ്. സംഘടനകൾ തമ്മിലുള്ള പാരസ്പര്യം, സ്നേഹം, ഐക്യം മെച്ചപ്പെടുത്തണം. അതിനാരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണണം. സിനിമയുടെ 100ാം വർഷത്തിലെത്തുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇവിടെ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാർ, അടിച്ചമർത്തപ്പെട്ടവർ, സാമൂഹ്യമായി സാമ്പത്തികമായി പിന്നിലുള്ളവർ, അവരെയെല്ലാം സിനിമയുടെ വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സിനിമയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് ആരംഭിക്കണം. ഇപ്പോൾ ടെക്നിക്കൽ മേഖല സ്ത്രീകളെ നമ്മൾ പരിശീലിപ്പിക്കുന്ന പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. അതെല്ലാം ഈ സമഗ്രമായ നയത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് മെൻറ്റർഷിപ്പ് പ്രോജക്റ്റ് നടപ്പാക്കണം എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അവർക്ക് പ്രത്യേകമായി നമ്മുടെ സാറിവിടെ അടൂർ സാറ് പറഞ്ഞതുപോലെ സ്ത്രീകൾക്കും SC/ST പിന്നോക്കം ഇവർക്കെല്ലാം എല്ലാ മേഖലയിലും പ്രത്യേക പരിശീലനം നൽകാനുള്ള പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമായി നമുക്ക് നിശ്ചയിക്കേണ്ടതുണ്ട്. ലോകോത്തരമായ ഒരു സ്റ്റുഡൻറ് ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി എടുക്കണം എന്നാണ് പറയാനുള്ളത്. അക്കാദമികമായ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ കഴിയുന്ന വിപുലമായ വിദ്യാകേന്ദ്രങ്ങൾ തുടങ്ങണം.
ടെലിവിഷൻ അക്കാദമി രൂപീകരിക്കുക എന്നത് ഒരു നയമായി ഈ കോൺഗ്രസ് എടുക്കണമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ടെലിവിഷൻ മേഖലയിലും ഒരുപാട് പ്രശ്നമുണ്ട്. അവിടെ ഒരു അക്കാദമി പ്രവർത്തിക്കുന്നില്ല. ആ അക്കാദമിയിലൂടെ ആ മേഖലയിലുള്ളവർക്ക് പരിശീലനം കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കണം. ഷാജി സാറിനെ ഞാൻ നേരത്തെ ഇന്നലത്തെ പരിപാടിയിൽ ഞങ്ങളെല്ലാം ഓർത്തു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു, നിസ്വാർത്ഥനായ ഒരു പ്രവർത്തകനായിരുന്നു. സിനിമാ രംഗത്ത് വേണ്ടി ഒരിക്കലും ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരിക്കലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിലാണ് 2 ദിവസം നമ്മൾ ഒത്തുകൂടിയത്. ഈ കോൺക്ലേവിൻ്റെ ഒടുവിലത്തെ വാക്കുകൾ പറയുമ്പോൾ ഈ നിയമസഭാ മന്ദിരത്തിൽ നിന്നും ഒത്തിരിയൊന്നും അകലെയല്ലാത്ത പഴയ ക്യാപിറ്റോൾ തിയേറ്ററിൽ നിന്നും ഒരു കാലത്തെ മാടമ്പി മനസ്സുകൾ ആട്ടിയിറക്കി പിന്നീട് ഒരിക്കലും വെളിച്ചത്തിലേക്ക് വരാൻ കഴിയാതെ പോയ മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസിയെ ഓർക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് ഒന്ന് ഉറപ്പിക്കുന്നു, അന്നത്തെ രൂപത്തിൽ മാത്രമല്ല ഇന്നത്തെ രൂപത്തിലും ഒരു തരത്തിലുള്ള തെറ്റുകളും അംഗീകരിക്കാൻ കഴിയില്ല. അതിനുവേണ്ടിയുള്ള നിലപാടുകളും നടപടികളുമാണ് ഈ കോൺഗ്രസിൻ്റെ മുഖ്യമായ പ്രഖ്യാപനം. ഒരു വിവേചനത്തിനും വിധേയമാകുന്ന ഒരു നിലപാടും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരും മനുഷ്യരും, നമ്മളെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാഗവുമാണ്. നമ്മളെല്ലാം സഹോദരന്മാരാണ്. നമ്മുടെ കുറവുകളെല്ലാം പരസ്പരം ബോധ്യപ്പെട്ട് ഈ മേഖലയെ ശാക്തീകരിക്കാനും ഇതിനെ വലിയൊരു മേഖലയാക്കി കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും ഈ കോൺക്ലേവിൽ നടത്തിയ ചർച്ചകളും തീരുമാനങ്ങളും വളരെ ഫലപ്രദമായി ഭാവിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ 2 ദിവസക്കാലം വലിയ തിരക്കിനിടയിൽ നിങ്ങളെല്ലാവരും ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. കാരണം വിവിധ മേഖലകളിൽ ഒരുപാട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ്. ഒരുപാട് ആളുകൾ 2 ദിവസം പൂർണ്ണമായി വന്നു. പല ആളുകളും വന്ന് ഇവിടെ പരിപാടികളിൽ പങ്കെടുത്ത് സഹായിച്ചു. 100 കണക്കിന് ആശയങ്ങൾ കൈമാറി. ഒരു ധാരണയുമില്ലാതെ ഇവിടെ വന്ന ഞങ്ങൾക്കെല്ലാം ഒരുപാട് നല്ല ധാരണകൾ കൈമാറിയ നിങ്ങൾക്കെല്ലാം സാംസ്കാരിക വകുപ്പിന് വേണ്ടിയും ഗവൺമെൻറ്റിന് വേണ്ടിയും നന്ദി ഹൃദയപൂർവ്വം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.